പശ്ചിമേഷ്യയിലെ സംഘർഷം രൂക്ഷമാകുമ്പോൾ യുദ്ധം ഏറ്റവും കൂടുതൽ ബാധിച്ചത് ഗൾഫ് രാജ്യങ്ങളെയായിരുന്നു. ജനജീവിതം ഏറ്റവും കൂടുതൽ ദുഷ്കരമാകുന്ന നിലയിലേക്കായിരുന്നു സംഘർഷം കൊണ്ടെത്തിച്ചത്. അവശ്യ സാധനങ്ങൾക്ക് പോലും ഗൾഫ് രാജ്യങ്ങളിൽ വലിയ വിലക്കയറ്റം ഉണ്ടാകുന്ന സാഹചര്യം വരെ ഉണ്ടാവുകയാണ് ചെയ്തത്. മാത്രമല്ല, വളരെയധികം ഭീതിയോടുകൂടി നിറഞ്ഞാണ് ഇറാൻ ആക്രമണം നടത്തുന്നതിന് സമീപം ജനവാസ മേഖലകളിൽ താമസിക്കുന്ന ജനങ്ങൾ അവിടെ കഴിഞ്ഞിരുന്നത്. പിന്നീട് ആ ഏരിയകളിൽ താമസിക്കുന്ന ജനങ്ങളെ അവിടെ നിന്നും മാറ്റി പാർപ്പിക്കാൻ പോലും അവിടുത്തെ ഭരണകൂടം തയ്യാറാകേണ്ടി വന്നു എന്നതാണ് ഏറ്റവും വലിയ വസ്തുതയായി എടുത്തു പറയേണ്ടത്. അതേസമയം യുദ്ധം തുടങ്ങി ഒരാഴ്ച പിന്നിടുമ്പോൾ ഗൾഫിൽ ജനജീവിതം കൂടുതൽ സാധാരണ നിലയിലേക്ക് എത്തിയിരിക്കുകയാണ്. കൂടുതൽ വിമാന സർവീസുകൾ ഇവിടെ പുനരാരംഭിക്കുകയും ചെയ്തു. എന്നാൽ പോലും അവിടെ വലിയ രീതിയിലുള്ള ആക്രമണ സാധ്യതകൾ ഇപ്പോഴും നിലനിൽക്കുകയാണ്. UAE, സൗദി, കുവൈറ്റ്, ബഹ്റിൻ എന്നിവിടങ്ങളിലെല്ലാം തന്നെ കഴിഞ്ഞ ദിവസം പുലർച്ചെ വലിയ രീതിയിലുള്ള മിസൈൽ ആക്രമണങ്ങളാണ് അവിടെ നടത്തിയത്. ഇന്നലെ പകലും രാത്രിയും പലപ്പോഴായി തന്നെ അപായ സൈറനുകൾ ഈ രാജ്യങ്ങളിലെല്ലാം തന്നെ മുഴങ്ങുകയും ചെയ്തു. അബുദാബിയിൽ നിന്ന് ഇത്തിഹാദ് എയർവേസ് അവിടെ പരിമിതമായ നിലയിൽ സാധാരണ സർവീസുകൾ തുടങ്ങാൻ അവർ ആരംഭിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ദുബായിൽ നിന്ന് എമിറേറ്റ്സ് സ്പെഷ്യൽ സർവീസുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒമാനിൽ വിമാനത്താവളം പൂർണ്ണ തോതിൽ പ്രവർത്തനം ആരംഭിക്കുകയും ദുബായിൽ നിന്നും പറന്നുയരുന്ന വിമാനങ്ങൾക്ക് മുന്നറിയിപ്പിനുള്ള സമയങ്ങളിൽ UAE വിമാനം അതായത് ഈ വ്യോമസേനയുടെ യുദ്ധവിമാനം അകമ്പടി നൽകുന്നതായും തന്നെ വിലയിരുത്തുന്നുണ്ട്. യുദ്ധം തുടങ്ങിയ ശേഷമുള്ള ആദ്യ വെള്ളിയാഴ്ച പ്രാർത്ഥനയിൽ സാധാരണ നിലയിൽ വിശ്വാസികൾ പങ്കെടുത്തു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു കാര്യമായി എടുത്തു പറയേണ്ടത്. അതായത് ഇത്തരം പ്രശ്നങ്ങൾ അവിടെ ഒരു സൈഡിൽ നടക്കുന്നുണ്ടെങ്കിൽ മറുഭാഗത്ത് ജനജീവിതം സാധാരണ നിലയിലേക്ക് എത്തിക്കാനായി തന്നെ ഈ രാജ്യങ്ങളിലെ ഭരണകൂടം തയ്യാറായി തന്നെ അതിനായി തന്നെ പ്രവർത്തിക്കുന്നു എന്നതാണ് ഇതിനോടായി തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വ്യാജ വിവരങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്നും ഈ രാജ്യത്തിന്റെ പ്രതിരോധ ശക്തിയെയും സഹോദര്യത്തെയും ഇവിടെ കൂടുതലായി തന്നെ പ്രകീർത്തിക്കുന്നതായും വ്യക്തമാക്കുന്നു. ഈ രാജ്യത്തെ ദൈവം സുരക്ഷിതമാകട്ടെ എന്ന പ്രാർത്ഥനയോടെയാണ് കഴിഞ്ഞ ദിവസം ആളുകൾ പള്ളിയിൽ നിന്നും പിരിഞ്ഞതെന്നും അവർ വലിയ രീതിയിൽ ഇതിനോടായി തന്നെ അതായത് ഈ റംദാൻ മാസത്തിൽ തന്നെ ഇത്തരത്തിലൊരു സംഭവം നടക്കുന്നത് വലിയ രീതിയിൽ ജനങ്ങളിലേക്ക് ആശങ്കയാണ് ഉയർത്തിയിരുന്നത്. എന്നാൽ ഈ ആശങ്കകൾ വിട്ടൊഴിയുന്നതായി തന്നെ ഇപ്പോൾ വ്യക്തമാക്കുകയും ചെയ്യുന്നു. അതേസമയം അവിടെ പഴങ്ങളും പച്ചക്കറികളും ജനങ്ങളാകട്ടെ കൂടുതലായി തന്നെ വാങ്ങിക്കൂട്ടുന്നതായി ഒരു പ്രവണത കണ്ടുവരുന്നു. മാത്രമല്ല, ഇതിനോടായി തന്നെ സർക്കാർ ചില നിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുകയും ചെയ്തു. ഒന്നിനും ഇവിടെ ഒരു കുറവും ഉണ്ടാകില്ല. ഇത്തരത്തിൽ പഴങ്ങളും പച്ചക്കറികളും വാങ്ങുന്നവർ മിതത്വം പാലിക്കണമെന്ന് നിർദ്ദേശിക്കുന്ന നോട്ടീസുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ദുബായിലെ ചില സൂപ്പർ മാർക്കറ്റുകളിൽ പതിപ്പിക്കുകയാണ് ചെയ്തത്. ഇപ്പോഴത്തെ സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് ആവശ്യത്തിലധികം വാങ്ങുന്നത് ഒഴിവാക്കണമെന്നും ഈ നോട്ടീസിൽ നിർദ്ദേശം നൽകുകയാണ് ചെയ്തത്. പഴങ്ങളും പച്ചക്കറികളും പരമാവധി 3 കിലോ വരെ മാത്രമേ ഒരാൾ വാങ്ങാവൂ എന്നതാണ് നിർദ്ദേശം. രാജ്യത്ത് ആവശ്യത്തിന് ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ട് എന്നും ഭരണകൂടം ഉറപ്പ് നൽകുകയാണ് ചെയ്തത്. അതിനാൽ തന്നെ അനാവശ്യമായി സാധനങ്ങൾ വാങ്ങിക്കൂട്ടുന്നത് ഒഴിവാക്കണം എന്നതാണ് നിർദ്ദേശം. വിതരണ ശൃംഖല കൃത്യമായി തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എന്നും ഒന്നിനും ഇവിടെ ഒരു കുറവ് പോലും തങ്ങൾ വരുത്തില്ല എന്നതാണ് അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നതിനോടൊപ്പം തന്നെ UAE അടക്കം വലിയ രീതിയിലുള്ള ആക്രമണം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം മാത്രം UAEക്ക് നേരെ 112 ഡ്രോൺ ആക്രമണങ്ങളാണ് നടന്നിരിക്കുന്നത്. 109 എണ്ണം അവിടെ നിർവീര്യമാക്കാൻ സാധിക്കുകയും ചെയ്തു. 9 ബാലിസ്റ്റിക് മിസൈലുകളും UAE നേരിട്ടതായി തന്നെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. 8 ക്രൂയിസ് മിസൈലുകളും അതേപോലെ യുദ്ധം തുടങ്ങി ഒരാഴ്ചക്കിടെ 205 ബാലിസ്റ്റിക് മിസൈലുകൾ, 1184 ഡ്രോണുകൾ എന്നിവയാണ് UAE നേരിട്ടത്. ഇതുവരെ പരിക്കേറ്റവരുടെ എണ്ണം 112 തന്നെ ഉയർന്നിരിക്കുകയാണ്. മിസൈൽ ആക്രമണത്തിൽ തീ പടർന്ന ബുജൈറ പെട്രോളിയം ഇൻഡസ്ട്രീസ് സോണിലെ തീ അണയ്ക്കാൻ സാധിക്കുകയും ചെയ്തു. അതേസമയം ബഹ്റിനിലേക്ക് എത്തുകയാണെങ്കിൽ ഖത്തർ നാവികസേനാംഗങ്ങൾ താമസിച്ചിരുന്ന കെട്ടിടത്തിന് നേരെ ഇറാൻ ആക്രമണം നടത്തുകയും ചെയ്തു. സേനാംഗങ്ങൾ സുരക്ഷിതരാണ് എന്നതാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. GCCയുടെ സംയുക്ത മാരിടൈം ഓപ്പറേഷൻസ് സെന്ററിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു ഈ സേനാംഗങ്ങൾ. ബഹ്റിനിൽ ഖത്തർ സേനയുടെ താമസ സ്ഥലത്തിനു നേരെ ഉണ്ടായ മിസൈൽ ആക്രമണത്തെ ഖത്തർ കടുത്ത ഭാഷയിൽ വിമർശിച്ചു. ബഹ്റിന്റെ പരമാധികാരത്തെയാണ് ചോദ്യം ചെയ്തതെന്നും മേഖലയുടെ സുരക്ഷയ്ക്ക് ഇത് വലിയ വെല്ലുവിളിയാണ് ഉയർത്തിയിരിക്കുന്നത് എന്നതാണ് ഖത്തർ ഇതിനോടായി തന്നെ പ്രതികരിച്ചത്. ഈ കടന്നുകയറ്റത്തെ ചെറുക്കുന്നതിനും ബഹ്റിൻ എല്ലാ പിന്തുണയും ഖത്തർ വിദേശകാര്യ മന്ത്രാലയം ഉറപ്പ് നൽകുകയും ചെയ്തു. അതേസമയം ഖത്തർ മാത്രമല്ല ബഹ്റിനിൽ ഒരു ഹോട്ടലിനും
2 പാർപ്പിട സമുച്ചയത്തിന് നേരെ വ്യോമാക്രമണം നടത്തുകയും ചെയ്തു. എന്നാൽ ഇതുവരെയും ആർക്കും ആളപായം ഒന്നും തന്നെ അല്ലെങ്കിൽ ആർക്കും അപകടത്തിൽ പരിക്കേറ്റതായി തന്നെ സൂചനകൾ പുറത്തു വന്നിട്ടില്ല. തലസ്ഥാനമായ മുനാമയിൽ തുടർച്ചയായി തന്നെ സ്ഫോടനങ്ങൾ നടന്നു വരികയാണ്. ഇറാൻ ആക്രമണത്തിൽ കേടുപാടുകൾ സംഭവിച്ച അൽ ഹിന്ദ് ഹൗസിൻ സിറ്റിയിലെ വീടുകൾ പുനർനിർമ്മിക്കുന്നതിന്റെ ചിലവ് സർക്കാർ വഹിക്കും എന്നതാണ് ഇപ്പോൾ ബഹ്റൈൻ കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.